ഗൗരവാദി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ മഹാദേവന്റെ അവതാരമായ ശ്രീ പാദ ശങ്കരാചാര്യർ രചിച്ച ശ്രീമദ് ഭഗവത്ഗീത മാഹാത്മ്യ ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ശ്രീ മഹാദേവൻ ഏറ്റവും ഉയർന്ന വൈഷ്ണവനാണ്. വൈഷ്ണവാനാം യഥാശംഭു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വൈഷ്ണവർക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂപ്യ ഏവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇനി ഭഗവത്ഗീത മാഹാത്മ്യത്തിലെ 3ഉം 4ഉം ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മളിവിടെ വായിക്കുന്നത്. 3-ാമത്തെ ശ്ലോകം: മലർ നിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃത സ്നാനം സംസാരമലനാശനം. അപ്പോൾ മലർ നിർമോചനം പുംസാം. മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്. നമ്മൾ ദിവസം മുഴുവൻ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ പൊടിയും ചെളിയും വിയർപ്പും അടിയും അല്ലെ. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വന്നുകൂടുന്ന അഴുക്കുകൾ നമ്മൾ നല്ല സോപ്പൊക്കെ തേച്ച് ഷവറിലൊക്കെ രാവിലെയും വൈകുന്നേരം ഒക്കെ കുളിച്ചാൽ നമുക്ക് മാറ്റാൻ കഴിയും. മലർ നിർമോചനം പുംസ ജലസ്നാനം ദിനേ ദിനേ. ദിവസവും വെള്ളത്തിൽ 1-2 പ്രാവശ്യം കുളിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ അഴുക്ക് നിർമാർജനം ചെയ്യാൻ കഴിയും. എന്നാൽ സകൃത് ഗീതാമൃത സ്നാനം എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ഭഗവത്ഗീതയാകുന്ന അമൃതത്തിൽ സ്നാനം ചെയ്താൽ, ജലസ്നാനമല്ല, ഗീത അമൃതമാണ്, അമൃതത്തിലാണ് സ്നാനം ചെയ്യുന്നത്, വെറും വെള്ളത്തിലല്ല. അപ്പോൾ ഭഗവത്ഗീതയാകുന്ന അമൃതത്തിൽ സ്നാനം ചെയ്താൽ എന്ത് സംഭവിക്കും? സംസാരമലനാശനം. സംസാരം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകം. സംസാരമലം എന്ന് പറയുമ്പോൾ ഭൗതിക അസ്തിത്വം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ വന്നുപെടുന്ന മാലിന്യങ്ങൾ. ഭൗതിക ലോകം ഒരുപാട് മാലിന്യങ്ങൾ നിറഞ്ഞതാണ്. എന്തൊക്കെയാണ് ഭൗതികതാ മാലിന്യങ്ങൾ? കാമം, അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ശത്രുതാ മനോഭാവം, ഗർവ്, മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പ്രവണത, ഇതൊക്കെയാണ്. എന്നാൽ ഇതൊന്നും ആത്മീയ ലോകത്തിലില്ല. അവിടെ വഞ്ചനാ പ്രവണതയുള്ള ആളുകളെ കാണാനേ കഴിയില്ല. അവിടെ ഭഗവാൻ കൃഷ്ണനും ഗോപന്മാരും ഗോപിമാരും തമ്മിലുള്ള മധുരമായ സ്നേഹവിനിമയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുസൃതികളും തട്ടിപ്പും ഒക്കെയാണ്. അതവർക്ക് ആനന്ദം നൽകുന്നു. നമ്മുടെ ഭൗതിക ലോകത്തിൽ കാണുന്ന കാമവും വഞ്ചനയും ചതിയും ഒക്കെ അതിൻ്റെ തലതിരിഞ്ഞ രൂപാന്തരങ്ങളാണ്. അവിടെ നമ്മൾ മുൻപ് പറഞ്ഞ അസൂയ, അഹങ്കാരം, ഗർവ്, അത്യാഗ്രഹം, അജ്ഞത, മിഥ്യാഹങ്കാരം ഇതൊന്നുമില്ല. ഭൗതിക ലോകത്തിൽ മാത്രമാണ് ജന്മ, മൃത്യു, ജരാ, വ്യാധി ഇതെല്ലാം ഉള്ളത്. അതുകൂടാതെ കാമം, ക്രോധം, ലോഭം, മതം, മോഹം, മാത്സര്യം ഇതൊക്കെയുള്ളത് ഭൗതിക ലോകത്തിലാണ്. ഇതെല്ലാമാണ് സംസാരമലം, അതായത് ഭൗതികമായ അസ്തിത്വം കൊണ്ട് നമുക്കുണ്ടാകുന്ന മാലിന്യങ്ങൾ. അത് നീക്കാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത്ഗീതയാകുന്ന അമൃതത്തിൽ സ്നാനം ചെയ്യണം എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത നൽകുന്ന പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആത്മാർത്ഥതയോടെ ഓരോ ശ്ലോകവും പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം ആത്മീയ പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് ശ്രീകൃഷ്ണ ഭഗവാനിൽ ആശ്രയിക്കാനും ആധ്യാത്മിക പാത പിന്തുടരാനുമുള്ള പ്രചോദനം ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്ന്, കന്മഷങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗം അങ്ങനെ ഒരു വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയും. ഇത് ഭഗവാൻ ഭഗവത്ഗീത 5.23-29 പറയുന്നുണ്ട്. ഭോക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. ഗീതാ സുഗീത കർത്തവ്യ കിമന്യേ ശാസ്ത്ര വിസ്തരേ
യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃതഃ. ഗീത സുഗീത കർത്തവ്യ എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത പഠിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഭഗവത്ഗീത വായിക്കുക, ശ്ലോകങ്ങൾ ചൊല്ലുക, ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തിൽ ആശ്രയിക്കുക, ഇതെല്ലാം വളരെ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ കാണാതെ പഠിച്ചു ചൊല്ലുക എന്നതിനപ്പുറം നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ പ്രയോഗത്തിൽ വരുത്താൻ നമ്മൾ കഴിയുന്നത്ര ശ്രമിക്കണം. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും വളരെ വിനയത്തോടെയും ആത്മാർത്ഥതയോടെയും കുറച്ചെങ്കിലും ഭഗവത്ഗീത പരിശീലിക്കാനുള്ള ശ്രമമെങ്കിലും ഉണ്ടാകണം. അത് ഭഗവാൻ തീർച്ചയായിട്ടും കാണും, കാണാതിരിക്കില്ല. ക്യുമന്നൈ ശാസ്ത്രവിസ്തരേ എന്നാണ്. ചില വ്യാസദേവൻ നമുക്ക് ധാരാളം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയെല്ലാം വളരെ ബൃഹത്തായതാണ്, അതായത് ഒരുപാട് വിസ്താരമുള്ളതാണ്. ശ്രീമദ് ഭാഗവതം, മഹാഭാരതം, അങ്ങനെ പലതും. എന്നാൽ ഭഗവത്ഗീതയിൽ കേവലം 700 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് പുരാണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷേ ഈ 700 ശ്ലോകങ്ങളിലായി മുഴുവൻ ഭക്തിയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നയിച്ച് ഭഗവത് പ്രാപ്തി കൈവരിക്കുന്നതിന് ആവശ്യമായ എല്ലാം ഇതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഓരോ ചെറിയ അംശങ്ങൾ പോലും ഭഗവാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ഇല്ലാത്തതായി യാതൊന്നും തന്നെയില്ല. എല്ലാറ്റിലും ഉപരി സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃതഃ. വ്യാസദേവനും മറ്റു പല മുനിമാരും പല ശാസ്ത്രങ്ങളും രചിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നു മാത്രമേ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്നും നിർഗമിച്ചിട്ടുള്ളതായിട്ടുള്ളൂ. മുഴുവൻ ഭഗവത്ഗീത ശാസ്ത്രവും ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നത്, അതായത് ഭഗവാന്റെ ഗീത. ഭഗവാന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതായ ഭഗവത്ഗീതയിൽ സ്നാനം ചെയ്ത് ഭൗതികതാ മാലിന്യങ്ങൾ നീങ്ങി കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് ആശ്രയിക്കാനുള്ള കാരുണ്യം നമുക്കെല്ലാവർക്കും നൽകാനായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ, ഹരി ബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി, ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്നതിന്. അടുത്തതായിട്ട് ഹരിനാമ മഹാത്മ്യം പറയാൻ ഷോജ മാതാജി, സർവജയ സുസേവിനി മാതാജിനെ ക്ഷണിക്കുന്നു. മാതാജി ഉണ്ടോ? പാർട്ടിസിപ്പൻസ് ലിസ്റ്റിൽ നോക്കിയിട്ട് കണ്ടില്ല. സർവജയ മാതാജി ഉണ്ടോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് ഡയറക്ട്ലി ക്ലാസ്സിന് തന്നെ പോവാം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയുടെ അധ്യായം 13 ശ്ലോകം 1 തൊട്ട് 20 വരെ പറഞ്ഞു തരുന്നത് ഡോക്ടർ പ്രസാദ് കൃഷ്ണൻ പ്രഭു ആണ്. പ്രഭുവിനെ കുറിച്ച് പറയുന്നതിനായിട്ട് പ്രഭു, ഡോക്ടർ പ്രസാദ് കൃഷ്ണൻ പ്രഭു ഒരു ഗാസ്ട്രോ സർജൻ ആണ്. അതുകൂടാണ്ട് പ്രൊഫസറും കൂടിയാണ് ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എറണാകുളം. അദ്ദേഹം 6 വർഷമായി ഇസ്കോണുമായിട്ട് സമ്പർക്കം കൂടിയിട്ട് അദ്ദേഹം ഭക്തിശാസ്ത്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് ശ്രീല പ്രഭുപാദരുടെ പുസ്തകം വായിക്കാൻ വളരെ അധികം ഇഷ്ടമാണ്. അതേപോലെ അദ്ദേഹം ദീക്ഷയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഹീസ് അസ്പയറിംഗ് ഫ്രം ഹിസ് ഹോളിനസ് രോമപാദ് മഹാരാജ്. സോ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ഡോക്ടർ പ്രസാദ് കൃഷ്ണൻ പ്രഭുവിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാംസ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നളിന മാതാജിയുടെ അടുത്ത് നന്ദി പറയുന്നു ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. എന്റെ മലയാളം അത്ര നല്ലതല്ല, ശ്രമിക്കാം. ട്രാൻസ്ലേഷൻ രാധാശക്തി മാതാജിയാണ് ചെയ്തു തരുന്നത്. താങ്ക് യു മാതാജി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്പോ നമ്മൾ 13th ചാപ്റ്ററിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അർജുനൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് കൃഷ്ണ ഭഗവാൻ അതിന്റെ ആൻസർ പറയുന്നുണ്ട്. അർജുന ഉവാച പ്രകൃതിം പുരുഷാം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞാനമേവ ച ഏതത് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞാനേയം ച കേശവ.
ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്തേയ ക്ഷേത്രം ഇതി അഭിധീയത്തെ ഏതത് യോ വേതി തം പ്രഹു ക്ഷേത്രജ്ഞാന ഇതി തദ്വിദഃ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരം ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനുമത്രേ. ഹരേ കൃഷ്ണ. ഇപ്പൊ അർജുനൻ ചോദിക്കുന്ന നേച്ചർ പറഞ്ഞ എന്താണ്, ക്ഷേത്രം പറഞ്ഞ ക്ഷേത്രം ആരാണ്, നോയർ ഓഫ് ദ ഫീൽഡ് ആരാണെന്നുള്ള കാര്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നു ക്ഷേത്രം എന്നത് നമ്മുടെ ബോഡിയാണ്. നോയർ ഓഫ് ദ ഫീൽഡ് പറയുന്ന അതിന്റെ അകത്തുള്ള സോൾ ആണ്, കണ്ടീഷൻ സോൾ അതിന്റെ അകത്തിരിക്കുന്നതാണ്. നമ്മൾ പുള്ളിയാണ് നോയർ. ഓക്കെ. ഇപ്പൊ നമ്മളൊരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു എന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ അപ്പാർട്ട്മെന്റ് ഇസ് ദ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പൊ ഈ ശരീരം ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മളായിരിക്കും അതിനെ കുറിച്ചിട്ട് അറിയുന്നത് പോലെ ഈ ബോഡി എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതിന്റെ അകത്തുള്ളത് നമ്മളുടെ കണ്ടീഷൻ സോൾ. അപ്പൊ നമ്മളല്ല ഈ ബോഡി എന്ന് ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. സോ വി ആർ നോട്ട് ദ ബോഡി ബട്ട് വി ആർ ദ സോൾ ആൻഡ് ദിസ് ബോഡി ഇസ് എ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ക്ഷേത്രജ്ഞാനം ചപിമാം വിദ്ധി സർവ ക്ഷേത്രേഷു ഭാരത ക്ഷേത്രാണ്യോർജ്ഞാനം യത്തത് ജ്ഞാനമാതമമ. ഹേ ഭാരതവംശജ, സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നമുക്ക് നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ബോഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊരു സാധനം മേടിക്കണം, എന്ത് സാധനം നമ്മളുടെ ഈ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇത്ര കാലം പണിയെടുക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെ മേടിച്ചു കൂട്ടുന്നു. പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഈ ബോഡി വിട്ടു പോകുന്നു. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് ഈ ബോഡി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് മാത്രമാണ്. അപ്പോ അതിനെ കുറിച്ചിട്ടും നമ്മളുടെ ബോഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. അത് ഇറ്റ് ജസ്റ്റ് എ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് മാത്രമാണ്. പക്ഷെ അതിൽ അകത്തുള്ള സോളാണ് നമ്മൾ എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയും ഇത് എന്റെ കൈയാണ്, ഇത് എന്റെ തലയാണ്, ഇത് എന്റെ ശരീരമാണെന്ന് പറയും. ബട്ട് ഞാനല്ല ശരീരം, ഞാനല്ല കൈ, ഞാനല്ല. ബട്ട് സോ ദ സോളിന്റെ ഭാഗങ്ങളാണ് ഇത്. സോ അതാണ് നോയർ ഓഫ് ദ ഫീൽഡ്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രം പറയുന്നത് ഈ ബോഡിയാണ്. ക്ഷേത്രജ്ഞം, അതിന്റെ നോയർ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് അതിന്റെ അകത്തുള്ള കണ്ടീഷൻഡ് സോൾ, ദാറ്റ് ഇസ് എ സോൾ ഇൻസൈഡ്, ദാറ്റ് ഇസ് ആത്മാ എന്ന് പറയുന്നതാണ് നോയർ ഓഫ് ദ ഫീൽഡ്. സോ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. തക്ഷേത്രം യക്ഷ യാദൃക്ഷ യത് വികാരി യതശ്ച യത് സച യോ യത് പ്രഭവശ്ച തത് സമാസേന മേ ശൃണു. ഹരേ കൃഷ്ണ. സോറി ഞാൻ മ്യൂട്ടിലായി പോയി. ഹരേ കൃഷ്ണ. ഈ കർമ്മക്ഷേത്രം, അതിന്റെ ഘടന, അതിന് നേരിടുന്ന മാറ്റങ്ങൾ, അതിന്റെ ഉത്ഭവകാലം, കർമ്മക്ഷേത്രങ്ങളുടെ ജ്ഞാതാവ്, ജ്ഞാതാവിന്റെ സ്വാധീനത, ഇവയെക്കുറിച്ചെല്ലാം ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞു തരാം. ദയവായി കേൾക്കൂ. യെസ് പ്രഭു. അപ്പൊ ഇതില് നമ്മളുടെ ശരീരത്തിന് പല ചേഞ്ചസ്, 6 ടൈപ്പ് ചേഞ്ചസ് ആണ് പറയുന്നത്. അപ്പൊ ലൈക്ക് നമ്മൾ ജനിക്കുന്നു, വളരുന്നു, പിന്നെ ഒരു സ്റ്റേജ് എത്തും, സെയിം ലെവലിൽ നിൽക്കുന്നു, റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, പിന്നെ അത് പതിയെ ഓൾഡ് ഏജ് ആയി പിന്നെ ഡെത്ത് ആകുന്നുണ്ട്. സോ ഈ ചേഞ്ച് ഇതിലാ സംഭവിക്കുന്ന വെച്ചാൽ ഈ ബോഡിയിൽ മാത്രമേ സംഭവിക്കുള്ളൂ. പക്ഷെ ആത്മാവും അത് സെയിം തന്നെയാണ്. നമുക്ക് ഈ ബോഡി ഇങ്ങനെ മാറി മാറി ആദ്യം ചെറിയ
കുട്ടി പോലെ ബോഡി ഉണ്ടാകും. പിന്നെ വളർന്നു വരുമ്പോൾ നമുക്ക് ഒരു അഡൽട്ടിന്റെ ശരീരം കിട്ടും. പിന്നെ മിഡിൽ ഏജിന്റെ ശരീരം കിട്ടും. നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വയസ്സാകും, പിന്നെ മരിക്കും. സോ ഈ ചേഞ്ചസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ബട്ട് ഈ സോൾ എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ മാറി 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 ഓരോരോ ബോഡീസ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ അതാണ് പറയുന്നത്. അതിൽ ആക്ച്വലി 84 ലക്ഷം സ്പീഷീസ് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളുടെ കർമ്മം അനുസരിച്ച് നമ്മൾ ഈ സോൾ ഓരോരോ ബോഡി മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാർ എടുക്കുന്നു, നമുക്കൊരു മാരുതി കാർ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേറൊരു കാർ, ഇങ്ങനെ മാറി മാറി കാർ മാറിക്കൊണ്ടേയിരിക്കും. ബട്ട് ദ ഓണർ വിൽ ബി ദി സെയിം. അതുപോലെ ഈ ബോഡി മാറിക്കൊണ്ടേയിരിക്കും, ബട്ട് ദ സോൾ വിൽ ബി ദ സെയിം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. ഋഷിബീർ ബഹുദാഗീതം ഛന്ദോഭിർ വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രാപദൈശ്ചൈവ ഹേതുമാദിഭിർ വിനിശ്ചിതഹൈ. പ്രവർത്തന മേഖലയെയും അതിന്റെ ജ്ഞാതാവിനെയും കുറിച്ചുള്ള ജ്ഞാനം വിവിധ വൈദിക കൃതികളിലൂടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. വിശേഷിച്ച് വേദാന്ത സൂത്രത്തിൽ കാര്യകാരണ സഹിതം ഇത് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. സോ നമുക്ക് ഈ നോളേജ് ഓഫ് ദ ഫീൽഡ്, ഈ അറിവിനെ കുറിച്ചിട്ട് ഇപ്പൊ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് ബോഡി എന്നുള്ളതും പിന്നെ അതിൽ താമസിക്കുന്ന സോളിനെ കുറിച്ചിട്ടും പല വേദഗ്രന്ഥങ്ങളിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പല ഉപനിഷത്തിലും നമ്മളുടെ ക്ഷേത്രത്തിനും ക്ഷേത്രജ്ഞാനം അതിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഇത് എസ്പെഷ്യലി ഭഗവത്ഗീത വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. ഇത് മഹാഭൂതാമി അഹങ്കാരോ ബുദ്ധിർ അവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചേന്ദ്രിയ ഗോചരഃ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഗതശ്ചേതനാധൃത് ഏതത് ക്ഷേത്രം സമാസേന സംവികാരം ഉദാർത്ഥം. അഞ്ച് മഹാഭൂതങ്ങൾ മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്ക് നമ്മളുടെ ബോഡി മെയ്ഡ് അപ്പ് ഓഫ് 24 എലിമെന്റ്സ് എന്നാ പറയാറുള്ളത്. പഞ്ചഭൂതങ്ങൾ 5 ഉണ്ടാവും, പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ അതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കണ്ണ് പറയുമ്പോൾ വിഷൻ കാണും, വിഷൻ, കാതിൽ സൗണ്ട് കേൾക്കും, ടേസ്റ്റ് സെൻസേഷൻ, പിന്നെ ഫോം, ടച്ച്, അതൊരു 5 എണ്ണം. പിന്നെ അതുകൂടാതെ ഫാൾസ് ഈഗോ, ഇന്റലിജന്റ്, പിന്നെ രജോ തമോ ഗുണം. അപ്പൊ ഇതെല്ലാം 24 എലിമെന്റ്സ് ആണ് നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ബോഡിയിലാണ് നമ്മുടെ സോൾ പാക്ക് ആയിട്ട് അതിൻ്റെ അകത്ത് പോകും. സോ അത് ഫോമായി, ബോഡി ഫോം ആയിട്ട് നമ്മളുടെ ഇത് ഇന്ദ്രിയങ്ങളിലെ കൊണ്ടാണ് ഈ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് നമ്മുടെ ഈ ബോഡി വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. സോ നമ്മൾ ബേസിക്കലി നമ്മളുടെ ഈ ഇന്ദ്രിയ തൃപ്തിക്കാണ് നമ്മളിങ്ങനെ രാവും പകലും ഓടി ഓടി കഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് ഇത്ര നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ നമുക്ക് മനസ്സിലാകില്ല. നമുക്ക് എപ്പോഴും നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കണം, നല്ല സിനിമയൊക്കെ കാണണം, നല്ല സോങ്സ് കേൾക്കണം. ഇതിന്റെ പുറകെ തന്നെയാ ജീവിതം. ഈ ജോലി പറയുന്നതും ഇന്ദ്രതൃപ്തി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ചിലപ്പോ കുറെ കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ എന്തിനാ ജനിച്ചത്, നമ്മളുടെ റിയൽ റീസൺ, നമ്മുടെ പർപ്പസ് എന്താണ്, ഈ ലോകത്ത് വന്നതിന്റെ പർപ്പസ് എന്താണ്. പല ചോദ്യങ്ങളും നമുക്ക് തോന്നും. വൈ ഗോഡ്, ഹൂ ഇസ് ഗോഡ്? അങ്ങനെ നമുക്ക് തന്നെ നമ്മളുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു സംശയം വരും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ വേദിക് നോളേജിലും ഈ ഭഗവത്ഗീതനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ കുറിച്ച് വായിക്കുമ്പോൾ എസ്പെഷ്യലി പ്രഭുപാദ ബുക്സിൽ സെൽഫ് റിയലൈസേഷൻ ബുക്ക് ഓഫ് ഏറ്റവും ബെസ്റ്റ് ബുക്കാണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ ഒരു ഇത് കിട്ടും.
ഈവൻ മരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, പെട്ടെന്നായിരിക്കും മരിക്കുന്നത്. അപ്പൊ ആ സോൾ അവിടെ ആ ബോഡി വിട്ടു പോകും. അപ്പൊ ഈ ബോഡി പറയുന്നത് ബാക്കിയുള്ള എലിമെന്റ്സ് ആയിട്ട് അത് മിങ്കിളായി കമ്പൈൻ ആവും. സോ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അടുത്ത ശ്ലോകം നമുക്ക് ചെല്ലാം. ഒരു കമ്പൈൻഡ് ശ്ലോകമാണ് അത്. 8 തൊട്ട് 12 വരെ ഉള്ള ശ്ലോകമാണ്. അമാനിത്വം അദാംബിത്വം അഹിംസാ ശാന്തിർ ആർജവം അചംപാസനം ശൗചം സ്ത്രയം ആത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അഹങ്കാര ഏവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുസംദർശനം അസക്തിർ അനാഭിഷ്വം പുത്രധാരാഗ്രഹദിഷു നിത്യം ച സമചിത്തത്വം ഈശന്തിസ്തോ പവത്യുസോ മയി ചാനന്യയോഗേന ഭക്തി അവ്യഭിചാരണി വിവിക്തദേശസേവിതം അരാതിർജ്ഞാന സംശതി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഈതജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യത് അതോന്യതാ. വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരമില്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുമുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കുവാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുക, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യമറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷകത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവ എല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളവ എല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. സോ ഭഗവാൻ ഇതില് നോളജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പല ആസ്പെക്റ്റിലും നമ്മൾ കാണാം. വിനയം, നോൺ വയലൻസ്, ടോളറൻസ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ ഇപ്പോഴത്തെ വേൾഡ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇപ്പൊ വലിയ വാർ നടന്നുകൊണ്ടിരിക്കുന്നു. അഹങ്കാരം, പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും നമ്മൾ ഈ വേൾഡിൽ സംഭവിക്കുന്നത് മെയിനായിട്ട് ഈ പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ കാണുന്ന ആള് ഹീറോ, സിനിമയിലൊക്കെ ഹീറോ എന്ന് പറയുന്ന ആരാണ്? എല്ലാറ്റിനും ഇടിച്ചു വീഴ്ത്തുന്നതും ഞാൻ വലിയ ആള് എന്ന് പറയുന്ന ആളാണ് ഇവിടത്തെ വലിയ ആൾക്കാർ. പക്ഷെ അതല്ല ഭഗവാൻ പറയുന്നത്. ഹ്യൂമിലിറ്റി, വിനയം എന്നാണ് ഭഗവാൻ ആദ്യത്തെ ക്വാളിറ്റി പറയുന്നത്. അപ്പൊ വിനയം അതൊരു ഇമ്പോർട്ടന്റ് ഒരു സത്വ ഗുണമാണ്. അതുപോലെ പല കാര്യങ്ങളും, ക്ലീൻലിനെസ്, ടോളറൻസ്, സഹിപ്പ് തന്മ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ പല ഇതിലും പറയുന്നുണ്ട്. ഇന്നലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൗരവപൂർണ്ണം ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. മഹാപ്രഭുവിന്റെ ശിഷ്ടാസ്ഥത്തിൽ തന്നെ തൃണാതഭി സുനീച്ചേന തരോരഭി സഹിഷ്ണുന ഉള്ള ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പുല്ലിനെക്കാട്ടിലും ഇതായി ടോളറേറ്റ് ചെയ്യണം, മരങ്ങളിനെക്കാട്ടിലും നമ്മൾ എല്ലാം ടോളറേറ്റ് ചെയ്യുന്നുള്ള ശക്തി കിട്ടണം. അങ്ങനത്തെ ഒരു വിനയത്തിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്ടാഷ്ടകത്തിൽ പറയാൻ പറ്റുന്നത്. സോ വിനയം എന്നുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി അതുവഴിയാണ് നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ ഭാഗ്യമാണ് ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നതും ഭഗവത്ഗീതനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതും. അതിനെക്കുറിച്ചുള്ള ഒരു തോട്ട് പ്രോസസ് വളരെ വളരെ നല്ല കാര്യമാണ്. അപ്പൊ അതിന് മൂലമാണ് നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മളുടെ ഇപ്പോഴത്തെ ചിന്ത മെയിനായിട്ട് അത് മാത്രമാണ്. കുറെ സമ്പാദിക്കണം, കുറെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, നോൺ വെജും ഡ്രിങ്ക്സും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതാണ് ഇപ്പോഴത്തെ കലിയുഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമായ കാര്യങ്ങൾ. പിന്നെ ജീവിതം പറയുന്നത് നമ്മുടെ ഫാമിലി, വൈഫ്, കുട്ടികളെ നോക്കുന്നത്, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, കുട്ടികൾ കല്യാണം കഴിക്കുന്നത്, പിന്നെ അവർക്ക് മക്കൾ ഉണ്ടാകുന്നത്. ഇത് തന്നെ പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മളുടെ വയസ്സ് ഇതാവും. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു രോഗം വരും, പിന്നെ അതിലേക്ക് ഇതാവും. പക്ഷെ നമുക്ക്
നമ്മളുടെ പർപ്പസ് എന്താണെന്ന് അതുവരെ നമുക്ക് മനസ്സിലാകില്ല. അപ്പൊ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമ്മൾ വി ആർ സെർവന്റ് ഓഫ് കൃഷ്ണ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഏറ്റവും പ്രധാനം നാമസങ്കീർത്തനം, ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന, അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. അത് നമുക്ക് ഭഗവത്ഗീത വഴി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് നോളജ് എന്ന് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് ചെല്ലാം. നേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാനത്രമൃതം അസ്നുതേ അനാദിമത്പരം ബ്രഹ്മ നാസത് ഉച്യതേ. ഏതൊന്നിന്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിനുതകുമോ? ജ്ഞേയമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചുള്ളതുമാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണത്. സോ ഭഗവാൻ ഇപ്പൊ ബ്രഹ്മൻ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അപ്പോ അത് ഈ മെറ്റീരിയൽ വേൾഡിന് ബിയോണ്ട് ആണ്. അപ്പൊ ഇപ്പൊ ആക്ച്വലി നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ 3 ഫോംസ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ഭഗവാന്റെ എഫൾജൻസ് ആണ് ബ്രഹ്മൻ. അപ്പൊ ഭഗവാന്റെ ഒരു എഫൾജൻസ് പറയുമ്പോൾ ബ്രൈറ്റ് ആയിട്ട് അതാണ് ബ്രഹ്മൻ. പിന്നെ നമുക്ക് ഭഗവാൻ സൂപ്പർ സോൾ ആയിട്ട് ഉണ്ടാവും. അതിനെ കുറിച്ചിട്ടുള്ള ശ്ലോകവും വരും. സൂപ്പർ സോൾ ആയിട്ട് ഭഗവാൻ എല്ലാരുടെ ബോഡിയിലും എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ട്. ക്ഷീരോദക സായി വിഷ്ണു എന്നാണ് പറയപ്പെടുന്നത്. ക്ഷീരോദക സായി വിഷ്ണു നമ്മുടെ ഹൃദയത്തിൽ സൂപ്പർ സോൾ ആയിട്ട് എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സോൾ പറയുന്നത് നമ്മളുടെ സോൾ ആണ്, ദാറ്റ് ഈസ് കണ്ടീഷൻഡ് സോൾ. അതിന്റെ ഒപ്പം തന്നെ നമുക്കുള്ളതാണ് സൂപ്പർ സോൾ. അത് ഭഗവാൻ എല്ലാ ബോഡീസും, ഈവൻ നമ്മൾ കാണുന്ന പട്ടി, പൂച്ച, എലി, എല്ലാ ജന്തുക്കളിലും എല്ലാരിലും ഉള്ളതാണ് സൂപ്പർ സോൾ. അത് ഭഗവാൻ സൂപ്പർ സോൾ ആയിട്ട് അപ്പൊ നമ്മളുടെ മനസ്സിലുള്ളത് എല്ലാ കാര്യങ്ങളും ഭഗവാന് നന്നായിട്ട് അറിയും. ഓക്കെ, സോ ഭഗവാൻ സൂപ്പർ സോൾ ആയിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. അതുകൂടാതെ പിന്നെ ഉള്ളത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അത് ശരിക്കും ഭഗവാൻ തന്നെ. സോ ഭഗവാൻ ശരിക്കുള്ള രൂപമാണ് ഭഗവാൻ. അപ്പൊ 3 ഫോംസാ ഉള്ളത്. ഒന്ന് ബ്രഹ്മൻ എഫൾജൻസ് പറയുന്നത് ഭഗവാന്റെ, അതാണ് ബ്രഹ്മൻ. അതിന് സ്റ്റാർട്ടിങ്ങോ എൻഡോ ഇല്ലാതെ, കൃഷ്ണനെ പോലെ തന്നെയാ. അടുത്തത് സൂപ്പർ സോൾ, അത് ഹൃദയത്തില് നമ്മളുടെ കണ്ടീഷൻഡ് സോളിന്റെ ഒപ്പം തന്നെ ഭഗവാൻ. പിന്നെ ഉള്ളത് ശരിക്കുള്ള ഭഗവാൻ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. സോ ഇതിനെ കുറിച്ചിട്ടാണ് പറയപ്പെടുന്നത്. അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. സർവത്ര പാനിപാദം തത് സർവതോഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകേ സർവം ആവൃത്യാഷ്ടിഷ്ഠതി. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. സോ ഈ സൂപ്പർ സോളിനെ കുറിച്ചിട്ട് ഭഗവാൻ പറയുന്നത് മൾട്ടിപ്പിൾ ഹാൻഡ്സ്, മൾട്ടിപ്പിൾ ലെഗ്സ്, കുറെ ഫേസ് എല്ലാം ഉള്ള ഒരു സൂപ്പർ സോളാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ സൂപ്പർ സോൾ ഈ കൈകൾ എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ ക്യാൻ സോ എവിടെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ മൾട്ടിപ്പിൾ കാല് എല്ലാം ഉണ്ട്. പിന്നെ ഭഗവാന് നമ്മളെ പോലെ ഈ സെൻസ് കൊണ്ട്, ഇപ്പൊ നാവ് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം എന്നില്ല. ഭഗവാന് കാതുകൊണ്ടും മൂക്കുകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ നമുക്ക് ഭഗവാന്റെ ആ ടേസ്റ്റും ഒക്കെ അറിയാൻ പറ്റും. സോ ഈ നമുക്കൊക്കെ ഒരു ലിമിറ്റഡ് സെൻസേ ഉള്ളത്. സോ ദർ ഈസ് ബട്ട് ഭഗവാന് മൾട്ടിപ്പിൾ സെൻസസ് ഉണ്ട്. ബേസിക്കലി നമുക്ക് ഇവിടെ ഈ ലോകത്തില് നമുക്ക് യൂഷ്വലി ജനിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുള്ളത്. അതിൽ ഒന്നാണ് ഇംപെർഫെക്റ്റ് സെൻസസ്. നമുക്ക് കണ്ണിൽ കാണുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കേൾക്കുന്നതും ഒരു ഫ്രീക്വൻസി തൊട്ട് വേറൊരു ഫ്രീക്വൻസിന്റെ അകത്തുള്ള ഇതേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോന്നും ലിമിറ്റഡ് സെൻസസേ ഉള്ളൂ. അപ്പൊ ഇംപെർഫെക്റ്റ് സെൻസസ് ആണ് നമുക്ക് ഉള്ളത്.
അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്ത് ജനിക്കുമ്പോൾ നമുക്കൊരു ചീറ്റിംഗ് ടെൻഡൻസി ഒരു പ്രശ്നമാണ്, അത് ഉണ്ടാകും. നമ്മളുടെ ടെൻഡൻസി മേക്കിംഗ് മിസ്റ്റേക്സ് ഓൾസോ ഇസ് അനദർ പാർട്ട്. ആൻഡ് നമ്മള് മായ പറഞ്ഞ ഒരു ഇല്യൂഷണറി എനർജി, ഇത് കാണുന്നതൊക്കെ മായയാണ്. അപ്പൊ ഈ 4 പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഈ ലോകത്ത് ഈ മെറ്റീരിയൽ വേൾഡിലേക്ക് വന്നിരിക്കുന്നത്. ബട്ട് സൂപ്പർ സോൾ ഇസ് എവ്രിവെയർ, ഓംനി പൊട്ടന്റ് ആണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. സർവേന്ദ്രിയ ഗുണഭാഷം സർവേന്ദ്രിയ വിവർജിതം അശക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തർച്ച. സർവേന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടുത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്. ത്രിഗുണാതീതനും അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. ഭഗവാൻ പറയുന്നത് സച്ചിത് ആനന്ദം, അതായത് സത് എറ്റേണൽ ആണ്. സോ ഹൈലി നോളജബിൾ ആൻഡ് ആനന്ദ, ഫുൾ ഓഫ് ഹാപ്പിനെസ് ആണ് സച്ചിത് ആനന്ദ. അങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ഒറിജിനൽ സോഴ്സ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ആൻഡ് ഈസ് ബിയോണ്ട്. നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗുണങ്ങളിലേക്ക്, സത്വ രജോ ഗുണം ആൻഡ് തമോ ഗുണത്തിലേക്ക് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും അതിലേക്ക് മാറും. അത് നമ്മളെ കൺട്രോൾ ചെയ്യും. സോ വേരിയസ് ക്വാളിറ്റീസ്, ചിലർക്ക് സത്വഗുണം കൂടുതലായിരിക്കും, ചിലത് രജോ ഗുണം, അങ്ങനെ തമോ ഗുണം. സോ ഈ 3ന്റെ കോമ്പിനേഷൻ ആയിട്ട് നമ്മളുടെ വേൾഡ്ലി ആക്ടിവിറ്റീസ് ഉണ്ടാവും. ബട്ട് ഭഗവാൻ ഇതിന്റെയൊക്കെ ബിയോണ്ട് ദിസ്. സോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്ഷേത്രം പറയുന്നത് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ്, ബോഡി. നോയർ ഓഫ് ദ ബോഡി ഈസ് അകത്തുള്ള നമ്മുടെ കണ്ടീഷൻ സോൾ ആണ്. പിന്നെ സൂപ്പർ നോയർ എന്ന് പറയുന്നത്, അതായത് സൂപ്പർ സോൾ, അതായത് എല്ലാ ബോഡീസിലും ഉള്ള കാര്യങ്ങളാണ് സൂപ്പർ സോൾ. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ നമ്മളുടെ വീട്ടിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ലാൻഡ് ലോർഡിനോ ഒരു രാജാവിനോ ആ വില്ലേജിലോ ആ സിറ്റിയിലുള്ള എല്ലാ വീടുകളുടെ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുപോലെ ഭഗവാൻ എല്ലാവരുടെ ശരീരത്തിലും സോളായിട്ട്, സൂപ്പർ സോളായിട്ട് അകത്ത് ഇരിക്കുന്നത് കാരണം ഭഗവാന്റെ എല്ലാ ബോഡീസിന്റെ കാര്യങ്ങളും ഭഗവാന് അറിയാൻ പറ്റും. സോ അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ സച്ച് ഇത് ആനന്ദ വിഗ്രഹ. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. ബഹിർ അന്തശ്ച ഭൂതാനാം അചാരം ചരം ഏവ ച സൂക്ഷ്മത്വത് തദ് അവിജ്ഞേയം ദുരാസ്തം ചാന്തികേ ച തദ്. പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു. അതിസൂക്ഷ്മ ഭാവം മൂലം ഭൗതിക കേന്ദ്രിയങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല. അതിദൂരസ്ഥനെങ്കിലും ഏവർക്കും സമീപസ്ഥനുമാണ് അദ്ദേഹം. സോ ഭഗവാനെ കുറിച്ചിട്ട് പറയുന്നത്, നമ്മളുടെ അകത്തും ഉണ്ട് ഭഗവാൻ, പുറത്തും ഉണ്ട്. സുപ്രീം സോൾ എക്സിസ്റ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഭയങ്കര സട്ടിലാണ്. സട്ടിൽ പറയുമ്പോൾ അത് അത്ര ഈസി ആയിട്ട് അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ നമുക്കൊക്കെ ഇംപെർഫെക്റ്റ് സെൻസസ് ആണ്. ഈ ഇംപെർഫെക്റ്റ് സെൻസസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അപ്പോ ഭഗവാൻ ചിലർ ചോദിക്കും, ഭഗവാനെ വിശ്വാസം ഇല്ല, എനിക്ക് കാണിച്ചു തരൂ, ഞാൻ കണ്ടാ വിശ്വസിക്കാം അങ്ങനൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം മാത്രമേ അവരുടെ ചോദിക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, അത് എങ്ങനെ ദഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ മോഷനായിട്ട് പോകുന്നു വൈകി, അത്രേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ അകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, ഒരു വണ്ടർഫുൾ ആക്ടിവിറ്റീസ് ആണ്. ഞാൻ ഗാസ്ട്രോ ആയത് കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. അപ്പൊ ഭക്ഷണം എങ്ങനെയാ അന്നനാളത്തേക്ക് കൂടെ പോകുന്നു, അത് ആമാശയത്തിൽ എന്തൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം കൊണ്ട് ഡൈജഷൻ ആവുന്നു, ചെറുകുടലിലേക്ക് എങ്ങനെ പോകുന്നു, അപ്പോഴേക്ക് ലിവറിന്റെ സെക്രീഷൻസ് എങ്ങനെ ഉൽപ്പന്നമാകുന്നു, അതെങ്ങനെ ചെറുകുടൽ, ഇതൊക്കെ ഒരു
ഒരു ഇതാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ബോഡീനെ തന്നെ അറിയാൻ പറ്റത്തില്ല. അപ്പൊ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭഗവാൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ജനിച്ചപ്പോ തൊട്ട് മരിക്കുന്നവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ നമ്മളുടെ ഹ്യൂമൻ ഇത്ര സയന്റിസ്റ്റ് എന്തൊക്കെ കണ്ടുപിടിച്ചാലും ഒരു കൊതുവിനെ പോലത്തെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലാലോ. ഒരു ഹ്യൂമൻ ബോഡീനെ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്കൊരു ഒരു ഒറിജിനൽ ലിവർ പോലത്തെ ഒരു ലിവർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടക്കും. സോ ഇതൊക്കെ പെർഫെക്റ്റ് ക്വാളിറ്റീസിലാണ് ഭഗവാൻ നമ്മളിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഈ മെറ്റീരിയൽ സെൻസസ് കൊണ്ടിട്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പൊ ഡിവോഷണൽ സർവീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഹരിനാമ മഹിമയെ കുറിച്ചിട്ടൊക്കെ പറയാ ഈ ഭഗവത്ഗീത ക്ലാസ്സിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ഭഗവാനെ കുറിച്ച് കൂടുതൽ 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 മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാന്റെ നമ്മളൊരു ഡിവോഷണൽ സർവീസ് വഴിയേ ഭഗവാനെ കുറിച്ചിട്ട് അറിയാനും പറ്റുള്ളൂ, കാണാനും എല്ലാം പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. അവിഭക്താം ച ഭൂതേഷു വിഭക്തം ഈവ സസ്ഥിതം ഭൂതഭാർത്തൃച്ച തജ്ഞാനേയം ഗ്രാസിനു പ്രഭവിഷ്ണു ച. ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്, ഏകനായി സ്ഥിതി ചെയ്യുന്നു. ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഹരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഭഗവാൻ ഒന്നാണ്, പക്ഷെ അത് എല്ലാ ബോഡീസിലും കാണുന്നു. ഡിവൈഡഡ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സൂര്യൻ ഒന്നാണ്, ബട്ട് സൂര്യപ്രകാശം പല ചട്ടികളിലും വെള്ളത്തിലും എല്ലാറ്റിലും കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഡിവൈഡഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സൂര്യൻ ഒന്നുപോലെ. അതുപോലത്തെ സൂപ്പർ സോൾ പറയുന്നത് സൂപ്പർ സോൾ ഒന്നാണ്, പക്ഷെ എല്ലാ ബോഡീസിലും സൂപ്പർ സോൾ ആയിട്ട് ക്ഷീരോദകശായി വിഷ്ണു നമ്മളുടെ ഹാർട്ടിൽ ഉണ്ട്. സോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ചെറിയ ഒരു മരത്തിന്റെ അകത്ത് 2 കിളിയുണ്ട്. ഒന്ന് സോളാണ്, മറ്റത് സൂപ്പർ സോളാണ്. അപ്പൊ ഈ സോൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും, ബട്ട് ഒബ്സർവർ ആണ് സൂപ്പർ സോൾ. അപ്പൊ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർ സോളാണ് മനസ്സിലാക്കുന്നത്. അത് സൈലന്റ് ഒബ്സർവർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മം അതിന്റെ പോലത്തെ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് ബോഡി. എന്ത് ബോഡി കിട്ടുന്നോ, സോ ബേസ്ഡ് ഓൺ ദ കർമ്മ നമുക്ക് ബോഡി കിട്ടും. ആൻഡ് ഹീസ് ദ മെയിൻറ്റെയിനർ ഓഫ് ലിവിങ് ബീങ് മെയിൻറ്റെയിൻ. അപ്പൊ നമ്മളെ ജനിപ്പിക്കുന്നതും അതിന് മെയിൻറ്റെയിനർ ചെയ്യുന്നതും അനിലേറ്റ് എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ മൊത്തം ഭഗവാനാണ് നടത്തുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം പോകാം. ജ്യോതിസാം അഭിതജ്യോതിഷ് താമസ പരം ഉച്യത്തെ ജ്ഞാനം ജ്ഞാനേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിശുദ്ധം. ഹരേ കൃഷ്ണ മാതാജി. ഓ സോറി അൺമ്യൂട്ട് ചെയ്തില്ല. സോ സോറി. അദ്ദേഹമാണ് സർവ ജ്യോതിസുകളുടെയും സ്രോതസ്. കേക്കാലോ അല്ലെ? പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ച് നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടുന്നതും അറിവിന്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്. ഭഗവാൻ ഈസ് എ സോഴ്സ് ഓഫ് ലൈറ്റ് ഫോർ ഓൾ. ഈ മെറ്റീരിയൽ വേൾഡില് ലൈറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എർത്തിന് ലൈറ്റ് സൂര്യനും ചന്ദ്രനും. അപ്പൊ അതിന്റെ സോഴ്സ് എവിടെ നിന്നാന്ന് വെച്ചാൽ ഭഗവാനാണ് സോഴ്സ്. ഈവൻ ഭഗവാന്റെ കണ്ണുകളാണെന്ന് പറയുന്നത്. അപ്പൊ താമര പോലത്തെ കണ്ണില് ഒന്ന് സൂര്യനും
ഒന്ന് ചന്ദ്രൻ എന്നുമാണ് ചിലപ്പോൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ ലൂമിൻ ആ ലൈറ്റിന്റെ പ്രകാശം സൂര്യഭഗവാനും എല്ലാറ്റിനും ലൈറ്റിന്റെ സോഴ്സ് എവിടെയാന്ന് വെച്ചാൽ സൂപ്പർ സോളർ ഭഗവാനാണ് തരുന്നത്. ആൻഡ് നോളജും ഭഗവാനാണ്, അത് ഗോൾ ഓഫ് ദ നോളജ്. അപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ ലൈഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ടാണ് ഹ്യൂമൻ ലൈഫ്. എല്ലാവർക്കും അത്ര എളുപ്പം കിട്ടുന്ന ഒരു കാര്യമില്ല ഹ്യൂമൻ ലൈഫ്. നമ്മളൊക്കെ പല പല ജന്മങ്ങളായി പല പല ഉറുമ്പായും പാറ്റയായും പൂച്ചയായും പട്ടിയായും പല ജന്മങ്ങൾ എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ആണ് ഹ്യൂമൻ ലൈഫ് കിട്ടുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഹ്യൂമൻ ലൈഫിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഈ പട്ടിയും പൂച്ചയും പോലെ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും സെക്സ് ഇതും ചെയ്യുന്നത് ഡിഫൻസ്, അത് 4 മാത്രമല്ല കാര്യങ്ങൾ. അപ്പൊ ഈ ഹ്യൂമൻ ലൈഫിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ, ഭഗവാനെ കുറിച്ചിട്ട് നമുക്ക് നാമം ജപിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഹ്യൂമൻ ലൈഫ്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫ് അത് കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. ആ ജ്ഞാനം വളരെ വളരെ തുച്ഛമായിട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നു, ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യതി. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ട് പല പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പൊ മനുഷ്യജന്മത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉദ്ദേശം എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ സേവിക്കണം, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഭഗവാനെ കുറിച്ച് സേവിക്കുന്നതും ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ്, നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മളുടെ മായ കൊണ്ട് നമ്മളെ കംപ്ലീറ്റും മൂടി മറച്ചിരിക്കുകയാണ്. നമുക്ക് എന്താ ചെയ്യണത്, എന്തിനാ ജനിച്ചിരിക്കുന്നത്, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഈ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോ ഈ അപ്പോഴാണ് നമുക്ക് ഈ ഭഗവാൻ, ഈ സൂപ്പർ സോളിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതും അതിനെക്കുറിച്ച് ഭഗവാൻ ആരാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഭഗവത്ഗീത, ശ്രീല പ്രഭുപാദയുടെ ബുക്സ് ഒക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞാനേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവ്യയോപപദ്യതേ. കർമ്മക്ഷേത്രം, ശരീരം, ജ്ഞാനം, ജ്ഞേയം എന്നിവയെപ്പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു. എൻ്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും. ഇപ്പോ ഭഗവാൻ പറയുന്നത്, ഇപ്പൊ അർജുനൻ ചോദിച്ച ചോദ്യം ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് എന്താണ്, ഇതിനെക്കുറിച്ച് നോളജും അതിനൊക്കെ ഭഗവാൻ ക്ലിയർ ആയിട്ട് എല്ലാം വിവരിച്ചിരിക്കുന്നു. അപ്പൊ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പൊ ഒരു അപ്പാർട്ട്മെന്റിൽ നമ്മൾ താമസിക്കുവാണെങ്കിൽ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതുപോലെ ഈ ബോഡി പറയുന്നത് നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതാണ്. അതിന്റെ അകത്തുള്ള താമസിക്കുന്നതാണ് സോൾ. അപ്പൊ നമ്മൾ ശരിക്കും സോൾ ആണ്. അതിനെക്കുറിച്ച് ഭഗവാൻ വിവരിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ച് ആരാ മനസ്സിലാക്കുന്നത്, ഈ നോളജ് കിട്ടുന്നത് ആർക്കാണ്? ഡിവോട്ടീസിന് മാത്രമാണ് കിട്ടുന്നതും ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ പുറത്ത് കാണുന്ന മെറ്റീരിയലിസ്റ്റിക് തിങ്കിങ് അല്ല ജീവിതം. അപ്പൊ നമ്മള് സ്കൂളിൽ പറയുമ്പോൾ ഒത്തിരി പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം, പിന്നെ കഴിയുമ്പോൾ തന്നെ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അതിന്റെ കോമ്പറ്റീഷൻ, അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ജോലി, പിന്നെ കുട്ടികളാകുന്നത്, കുട്ടികളെ വളർത്തുന്നതും, അപ്പൊ പിന്നെ കുട്ടികളുടെ കല്യാണം, പേരക്കുട്ടികളെ നോക്കുന്നതും, പേരക്കുട്ടികളുടെ കല്യാണം, ഇത് മാത്രമേ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് തിങ്കിൽ അറിയുള്ളൂ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബട്ട് ഭഗവാൻ എന്താന്നുള്ള കാര്യങ്ങള് നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഇസ്കോണിൽ വന്ന സെഷൻ ഞാൻ ശരിക്കും പഠിച്ചത്. അപ്പൊ ഇസ്കോണിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുക, ഒരു വലിയ ലിസ്റ്റ് ഓഫ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റും കൊണ്ടുപോകും. ഭഗവാൻ എനിക്ക് അത് നേടണം, എനിക്ക് ജോലി കിട്ടണം, എനിക്ക് കുട്ടികളാകണം, കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഇത് കിട്ടണം, അത് കിട്ടണം എന്ന് പറയും. തേങ്ങ ഉടയ്ക്കാം. ബട്ട് നമ്മൾക്ക് ഇസ്കോണിൽ വരുമ്പോഴാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ല ഭഗവാൻ, നമ്മൾ സ്നേഹിക്കണം, വി ഹാവ് ടു ഷോ ദ ലവ് ടു കൃഷ്ണ. അപ്പൊ ഈ സൂപ്പർ സോൾ ഉണ്ട്, ഈ നമ്മളുടെ അകത്തുള്ള സോൾ ഉണ്ട്, സൂപ്പർ സോൾ ഉണ്ട്. ഈ സോളിന്റെ ഇമ്പോർട്ടന്റ് ഇതെന്താന്ന് വെച്ചാൽ അത് ആരെങ്കിലും സ്നേഹിക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ഭഗവാനെ സ്നേഹിക്കുന്ന പോലെ സന്തോഷം വേറെ ഏതിലും കിട്ടില്ല.
അപ്പൊ ഭഗവാൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഗോപികമാരുടെ ലവ് ആണ് പറയുന്നത്. മാധുര്യഭാരം, അതിന് ബിയോണ്ട് ദർ ഇസ് നോ ലവ്. അപ്പൊ നമ്മൾ അതിനൊന്നും എത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മളുടെ പറ്റാവുന്ന രീതിയിൽ നമുക്ക് ഭഗവാനെ സേവിക്കാം, ഭഗവാനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് ഇസ്കോണിൽ വരുമ്പോഴും അതിന്റെ ഒരു ഭാഗമാകുമ്പോഴും ഒക്കെയാണ് നമുക്ക് മനസ്സിലാകുള്ളൂ. എസ്പെഷ്യലി നമ്മളൊരു കൃഷ്ണ ഡിവോട്ടി ആകുമ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾക്കൊരു ഗുലാബ് ജാമുനെ കുറിച്ച് ആരെങ്കിലും എത്ര ഡിസ്ക്രൈബ് ചെയ്താലും അതിന്റെ സ്വാദ് അറിയണമെങ്കിൽ നമ്മൾ അത് കഴിച്ചു തന്നെ നോക്കണം. അതുപോലെ ഞാൻ എത്ര പറഞ്ഞാലും അതിനെക്കുറിച്ച് മനസ്സിലാകില്ല. ബട്ട് നമ്മൾ തന്നെ വന്ന് അത് അനുഭവിച്ച് നോക്കിയാലേ നമുക്ക് ആ സ്വാദ് എന്താണ്, ഡിവോഷണൽ സർവീസ്, പ്രഭുപാദയുടെ മിഷൻ എന്താണ്, ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ വന്ന് നമുക്ക് ആ ഡിവോഷണൽ സർവീസ് വഴിയാണ് ആ ഭഗവത് പ്രേമ, അതിനെന്താ സന്തോഷം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ശ്ലോകം പോകാം. പ്രകൃതിം പുരുഷം ചൈവ വിദ്ധി അനാദി ഉദ്ഭവ അപി വികാരാംശ്ച ഗുണംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ്. അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. സോ ഈ മെറ്റീരിയൽ നേച്ചർ, നമ്മളുടെ ഈ സോള് എപ്പോഴാ സ്റ്റാർട്ട് ആയത്, ഈ മെറ്റീരിയൽ തിങ്സ് എപ്പോഴാ സ്റ്റാർട്ട് ആയതെന്നും ആർക്കും അറിയില്ല. ബിഗിനിങ് ലെസ് ആണ്. ഞാൻ പറഞ്ഞ ഈ സോൾ ഓരോരോ ബോഡിയിൽ നിന്ന് ഓരോരോ ബോഡിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്താണ്, എൻഡ് പോയിന്റ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോ ബട്ട് നമ്മള് അപ്പൊ ഈ സോളിനെ നമുക്ക് കൊല്ലാനോ ഫയർ വെച്ചാ പോകും, അതൊന്നും നമ്മുടെ ബോഡി ഡിസ്ട്രോയ് ആയി പോകും. പക്ഷെ സോളിന് ഒന്നും പറ്റില്ല. സോൾ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്തെന്ന് അറിയില്ല. നമ്മളുടെ കർമ്മം നമ്മളുടെ എന്തൊക്കെ പിന്നെ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ വന്ന രജോ തമോ സത്വ ഗുണം വഴി നമ്മൾ പല 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 കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകും. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ വേരിയസ് മോഡ്സ്. അപ്പൊ ബിഗിനിങ് ലെസ് ആണ് ഈ സോൾ അല്ലെങ്കിൽ ആത്മാ. അതുപോലെ ഭഗവാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതോ എങ്ങനെയാണ് ഇതാകുന്നതും, ഭഗവാൻ ഇസ് ഓൾസോ ഒറിജിൻ ലെസ്, ഈ ബിഗിനിങ് ലെസ് ആണ് ഭഗവാൻ. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇതെന്ന അചിന്ത ഭേദ അഭേദ തത്വം. അതായത് നമ്മളുടെ സോൾ ക്വാളിറ്റേറ്റീവ്ലി സെയിം ആണ് ഭഗവാൻ സൂപ്പർ സോൾ പോലെ, ബട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഓഷൻ ഉണ്ടെന്ന് വെച്ചോളൂ. ആ ഓഷനിൽ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ഓഷൻ വാട്ടർ, ബട്ട് അത് ഈക്വൽ ആകില്ല. അപ്പോൾ ക്വാളിറ്റിയിൽ സെയിം ആയിരിക്കും, ബട്ട് ക്വാണ്ടിറ്റി, ഒരു ഓഷൻ എവിടെ കിടക്കുന്നു, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ എവിടെ കിടക്കുന്നു. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ആണ്, ക്വാളിറ്റേറ്റീവ്ലി സെയിം ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇത് 1 to 20 ശ്ലോകം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തു ചോദിക്കൂ. ഹരേ കൃഷ്ണ. എനിക്ക് അറിയുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രസാദ് പ്രഭു, താങ്ക് യു രാധാശക്തി മാതാജി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മൾക്കിവിടെ സീനിയർ ഡിവോട്ടീസ് ദീനാനാഥ് പ്രഭു, നൽന മാതാജി, നരോത്തം ദാസ് പ്രഭു എല്ലാവരും അവൈലബിൾ ആണ്. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ഉണ്ട്. അപ്പം സീനിയർ ഡിവോട്ടീസിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രസാദ് കൃഷ്ണ പ്രഭു, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു പ്രഭു. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എസ്പെഷ്യലി ഇത് ഹ്യൂമിലിറ്റി, പ്രൈഡ്ലെസ്, നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റീസ് അത് നന്നായിട്ട് വിസ്തരിച്ച് പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് അതൊന്നും അറിയില്ല.
നമ്മള് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് ഒരു ദുരഭിമാനം, ഈഗോ. ചെറിയ കുട്ടി മുതൽ വലിയ കുട്ടികൾക്ക് വരെ ഈഗോ, അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് അത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അപ്പൊ തന്നെ ശുണ്ഠി കയറുന്ന പോലെ ഈഗോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ കുറേ താമസം എടുക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് 13 ചാപ്റ്റർ ഈസ് വെരി വെരി നൈസ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ 13th ശ്ലോക മുതൽ ഒരു 4-5 ശ്ലോകം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം, ഇതൊക്കെ നമുക്ക് ഭഗവാൻ തന്നെ ഇത്ര നന്നായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രഭു അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഓൾസോ യു ഹാവ് ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെ നമ്മുടെ ജഠരാഗ്നിയായിട്ട് ഭഗവാൻ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി കമ്മിങ് ശ്ലോകാസ് അത് നന്നായിട്ട് വിവരിക്കാൻ പറ്റും ഒന്നുകൂടെ. അപ്പോൾ വയറ്റിൽ നമ്മൾ ദഹിക്കുന്നത് മുതൽ അത് ഭഗവാൻ എങ്ങനെ ദഹിപ്പിക്കുന്നത് അതൊന്നും നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ബട്ട് നമ്മുടെ ആ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ സിസ്റ്റം ഇത്രയും സ്മൂത്ത് ആയിട്ട് പോകുന്നു. നമ്മൾ ഉറങ്ങുന്നു, എണീക്കുന്നു, പോകുന്നു, കഴിക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. പക്ഷെ ആ സിസ്റ്റം എങ്ങനെയാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പിറ്റേ ദിവസം നമ്മൾ കളയുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്ര പ്രോപ്പറായിട്ട് നടക്കുന്നു. അതും പ്രഭു നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു കൃഷ്ണ. ഫോർ ഗിവിംഗ് us opportunity. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. അതേപോലെ തന്നെ എനിക്ക് തോന്നിയത്, ഇപ്പം നമ്മൾ ഏതൊരു സ്ഥലത്ത് നോക്കുവാണെങ്കിലും മൂവീസിന്റെ പോസ്റ്റേഴ്സ് നോക്കുവാണെങ്കിലും എല്ലായിടത്തും ആകെ വയലൻസ് മാത്രമേ ഉള്ളൂ. എല്ലാ പോസ്റ്ററിലും മൂവീസിന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് നൈഫ് ഉണ്ടാകും, അല്ലെങ്കിൽ ചോര, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പിള്ളേര്, ഇപ്പോഴത്തെ കാലത്തുള്ള പിള്ളേര് ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. അപ്പം എനിക്ക് തോന്നിയപ്പോ പ്രഭു പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ന്യൂജൻ, ഇപ്പൊ എന്റെ ഓഫീസിലെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാരും ചോദിക്കുന്നു, ഓക്കെ ഭഗവാൻ ഉണ്ട്, വൈ ഷുഡ് എല്ലാരും ഏത്തീസ്റ്റ് ആണ്, എന്തുകൊണ്ട് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം, അല്ലെങ്കിൽ ഭഗവാനെ കാണിച്ചു തരൂ എന്നാ ഞാൻ വിശ്വസിക്കാം, അങ്ങനത്തെ അങ്ങനെയാണ് അവര് എല്ലാവരുടെയും. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭഗവാനെ അറിയണമെങ്കിൽ നമ്മൾക്ക് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഭക്തി സേവനം ചെയ്യണം. നമ്മൾ സർവീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്നേഹം വരത്തുള്ളൂ. അപ്പൊ അതേപോലെ ഭഗവാന്റെ അടുത്തുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് പ്രഭു പറഞ്ഞു നന്നായിട്ട്. യെസ്, ആർക്കെങ്കിലും ഇസ്കോണിൽ വേറെ വരുമ്പോഴേ മാത്രമേ ഏറ്റവും പ്രധാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇസ്കോണിൽ വരുമ്പോഴേ നമുക്ക് നമ്മൾ ഭഗവാനെ സ്നേഹിക്കണം എന്നുള്ള തോട്ട് പ്രോസസ്സ്, ദാമോദര ഭഗവാനായിട്ടും അത് ഒരു കൊച്ചുപോലെയും നമുക്ക് സ്നേഹിക്കുന്നത് ആക്ച്വലി അവിടെ കാണുന്ന ഡിവോട്ടീസിന്റെ ആ ലവ് നമ്മള് വിചാരിച്ചു നോക്കാൻ പറ്റാത്ത സ്നേഹമാണ്. അതൊക്കെ നമുക്ക് അവിടെ വരുമ്പോഴേക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മെറ്റീരിയൽ വേൾഡിൽ എല്ലാറ്റിനും പൈസയുടെ ബേസ്ഡ് ആണ്. ഞാൻ ഇത്ര പണിയെടുത്താൽ എത്ര എനിക്ക് കൂലി തരും, ഞാൻ ഇത് ചെയ്താൽ ഇത് കിട്ടുമോ, എവറിത്തിങ് ഈസ് എ ഗിവ് ആൻഡ് ടേക്ക്. നമ്മളുടെ മൈൻഡ് സെറ്റും അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഇസ്കോണിൽ വരുമ്പോഴാണ് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ ജോലിയും ചെയ്യും. ഇറ്റ് ഈസ് നെവർ ഡിപ്പെൻഡ് ഓൺ മണി, മണി അല്ല അവിടെ മാറ്റർ ചെയ്യുന്നത്. അപ്പൊ അവരുടെ എല്ലാ 100% they give. ഒരുത്തർക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയും, അവർ നന്നായി കുക്ക് ചെയ്യും. ഒരുത്തർക്ക് കീർത്തൻ നന്നായി സങ്കീർത്തനം അറിയും. ഇപ്പൊ മാതാജി തന്നെ സങ്കീർത്തനം, നളിന മാതാജി. അപ്പൊ അതിന്റെ ബെസ്റ്റ് ഓഫ് പെർഫോമൻസ് തരും. പിന്നെ ഡിജിറ്റലായിട്ട് ചിലർ ചെയ്യും, അതിന്റെ സർവീസ് ചെയ്യും. സോ ഓരോരുത്തരുടെ മാക്സിമം കഴിവ്, മാക്സിമം 100% കൃഷ്ണന് വേണ്ടി ചെയ്യുമ്പോൾ ആ സന്തോഷം നമ്മുടെ മനസ്സിൽ നമുക്ക് അറിയാതെ ഭഗവാൻ തരും. അത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം, എല്ലാ കാര്യങ്ങൾ വഴിയും നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ നമ്മുടെ ശരീരം 23 എലിമെന്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ലേ? 5 കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ പഞ്ചപദാർത്ഥങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഈ പഞ്ചപദാർത്ഥങ്ങള്? പിന്നെ 3 ഗുണങ്ങള്
പിന്നെ 3 ഗുണങ്ങളും പ്ലസ് പഞ്ചപദാർത്ഥങ്ങൾ വെച്ചാ മാതാജി കേൾക്കുന്നുണ്ടോ? പഞ്ചഭൂതങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ പഞ്ചപദാർത്ഥങ്ങൾ പറയുന്നുണ്ട്. പദാർത്ഥങ്ങൾ എന്താണെന്ന് അറിയാത്തത്. പഞ്ചപദാർത്ഥങ്ങൾ വിഷനിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിഷനില് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനങ്ങൾ, കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദം, മൂക്ക് കൊണ്ട് നുകരുന്ന സ്മെല്ല്, നാവിൽ കൊണ്ട് ടേസ്റ്റ്, സ്കിന്ന് കൊണ്ട് ടച്ച്, ഇതാണ് പഞ്ചപദാർത്ഥങ്ങൾ. ആ സെൻസ് ഓബ്ജക്ട്സ് വഴി നമുക്ക് അനുഭവിക്കുന്നതാണ് പഞ്ചപദാർത്ഥങ്ങൾ. അത് അപ്പൊ ജ്ഞാനേന്ദ്രിയം എന്താണ്? 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ മീൻസ് ഇറ്റ് ഈസ് സെൻസസ്. And Jnanendriyam, I think the sense organs and the senses. But what about pardon sir? മാതാജി സെൻസ്, പ്രഭു പറഞ്ഞോളൂ പ്രഭു. ഹരേ കൃഷ്ണ. അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞല്ലോ, അതിന് കാരണമാകുന്ന താണ് അതിനെ തന്മാത്രകൾ എന്ന് പറയുന്നു. ഓക്കെ, അതായത് നമ്മുടെ ചെവി കൊണ്ട് നമുക്ക് കേൾക്കാം ശബ്ദം, കണ്ണുകൊണ്ട് കാണാം. കേൾക്കുന്നതും കാണുന്നതുമാണല്ലോ ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞതല്ലേ? അല്ല, ഇന്ദ്രിയത്തിന് കാരണം ഇന്ദ്രിയം ഏത് വിഷയത്തിൽ ചരിക്കുന്നു ആ 5 എണ്ണം. അപ്പൊ പഞ്ചപദാർത്ഥങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? പഞ്ചപദാർത്ഥങ്ങൾ എവിടെയാണ് ആ വാക്ക് കണ്ടത്? എവിടെയെങ്കിലും ഏതെങ്കിലും ശ്ലോകത്തിൽ കണ്ടോ പ്രഭു പഞ്ചപദാർത്ഥങ്ങളെ? ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. പക്ഷെ ഇതാണ് കാര്യങ്ങൾ. ആദ്യം 5 പഞ്ചഭൂതങ്ങൾ. ഓക്കെ, പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി, രാപോ, നലോ, വായു, ഖം. ഭൂമി അറിയാലോ, 5 എണ്ണം പഞ്ചഭൂതങ്ങള്. ഓക്കെ, 5 എണ്ണം. ഓക്കെ, അത് കഴിഞ്ഞാല് ജ്ഞാനേന്ദ്രിയങ്ങൾ 5 എണ്ണം. അതായത് കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്. പിന്നെ അതിന്റെ ഓബ്ജക്ട്സ്, അതായത് ഈ ഇന്ദ്രിയങ്ങൾ എന്താണ് അതിനെ സംതൃപ്തിപ്പെടുത്തുന്നത് എന്നുള്ളതുണ്ട്. ഉദാഹരണത്തിന് ത്വക്ക് എന്ന് പറയുന്നത് സ്പർശം. ഓക്കെ, ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം, ജിഹ്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ്. ഇങ്ങനെ 5 അതാണ് ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യങ്ങൾ. എന്താണ് അതിൽ നിന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ആ 5 എണ്ണമാണ് അടുത്ത 5 എണ്ണം. അപ്പോൾ എത്രയായി? പിന്നെ അടുത്തത് കർമ്മേന്ദ്രിയങ്ങൾ 4 എണ്ണം. അതായത് കൈകൾ, കാലുകൾ, ഇങ്ങനെയുള്ള ഓക്കെ 5 എണ്ണം കർമ്മേന്ദ്രിയങ്ങൾ. 20. പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം 23. 24-മത്തത് കോൺഷ്യസ്നസ്, ചിത്തം. പക്ഷെ ഞാൻ ഭഗവത്ഗീത ഒരു ഫുൾ ഒരു ഇത് കേട്ടു മലയാളത്തില്. അതിലിങ്ങനെ പഞ്ചപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു. ആ പഞ്ചപദാർത്ഥം ഞാൻ എവിടെ സെർച്ച് ചെയ്തിട്ടും I couldn't find what this പഞ്ചപദാർത്ഥം is. അത് 5 ഒബ്ജക്ട്സ് ഓഫ് സെൻസസ് ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു മാതാജി. 5 ഒബ്ജക്ട്സ് ഓഫ് സെൻസസ് ആണ്. ചിലപ്പോ തന്മാത്രകളായിരിക്കും ഈ പറയണത് എന്ന് എനിക്ക് തോന്നുന്നു. തന്മാത്രകളാണോ ഈ പഞ്ചപദാർത്ഥങ്ങൾ അറിയാൻ പറ്റും ഏതാണ് അതിന്. പലതിനും മറ്റു വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം പഞ്ചഭൂതങ്ങൾ വേറെ പറഞ്ഞിരുന്നോ? പഞ്ചപദാർത്ഥങ്ങൾ, പഞ്ചഭൂതങ്ങൾ, 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയങ്ങള്. അപ്പൊ പദാർത്ഥം എന്ന് പറയുന്നത് തന്മാത്രയ്ക്ക് വേണ്ടി പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പദാർത്ഥങ്ങൾ. പദാർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നത് ദ്രവ്യം എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പദാർത്ഥത്തിന് പല അർത്ഥങ്ങളും കാണാം. അത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ തന്മാത്രകളായിരിക്കും. ഇതാണ്, അതായത് സ്പർശം, ഗന്ധം, അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് 24 എണ്ണത്തിലെ 5 എണ്ണം. താങ്ക് യു. ഹരേ കൃഷ്ണ. Thank you മാതാജി. Thank you Hare Krishna. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, അങ്ങനെ വേറെ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്ന ഗൗരപ്രിയ മാതാജിക്കും അതേപോലെ തന്നെ ഭഗവത്ഗീത ക്ലാസ് എടുത്തു തന്ന ഡോക്ടർ പ്രസാദ് കൃഷ്ണൻ പ്രഭുവിനും രാധാശക്തി മാതാജിക്കും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി അറിയിക്കുന്നു. നമുക്ക് നരസിംഹ പ്രയാസ് ചൊല്ലാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനെ ഹിരണ്യാകാശിപോർവക്ഷഃ ശീലടങ്കാനഖാലയേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബാഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമദിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഖാം അദ്ഭുത ശൃംഗാം ദലിത ഹിരണ്യകശിപോർ തനുഭൃംഗാം കേശവധൃത നരഹരിരൂപ जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे. जय नरसिंहदेव, जय नरसिंहदेव, नरसिंहदेव जय नरसिंहदेव. प्रहलाद महाराज जय प्रहलाद महाराज, प्रहलाद महाराज जय प्रहलाद महाराज. सर्वभक्त विघ्न विनाशक लक्ष्मीपति नरसिंहदेव भगवान की जय. भक्त शिरोमणि प्रहलाद महाराज की जय. ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് की जय. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് വെള്ളിയാഴ്ച മീറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു.